ഇൻസ്റ്റ കാണുമ്പോൾ കുറച്ച് കുട്ടികൾ, കോളേജ് കുട്ടികൾ അവരുടെ ക്ലാസ് റൂമിലോ മറ്റേതെങ്കിലും ഒരു സ്പെഷ്യൽ ഷോ ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്തിട്ട് അവരത് സെലിബ്രേറ്റ് ചെയ്യണം. அது சடனா என்னோட அக்கௌண்ட்ல ஒரு 10 crores ஆடானா எனக்கு எவ்வளவு சந்தோஷமா அப்ப சந்தோஷம். ஏன்னா நான் வந்துட்டு ஒரு ஒரு ஃபிலிம் ஒரு லாங்குவேஜ்ல பண்றோம், ஹிட் ஆகுது ஒரு பெரிய கிஃப்ட். ரீரிலீஸ்ல வந்து ஹிட் ஆகுது ஒரு ஒரு ஹிட். பட் ஆர்மி வந்து மறுபடியும் ரீரிலீஸ் பண்ணி 12 crores கலெக்ட் பண்ணுச்சு. ஹாப்பி ஹிட். இது மலையாளத்துல ரீரிலீஸ்ங்கிறது வந்து அது வந்து മലയാളത്തിലെ ഫിലിം തേടിക്കുന്നത് ഒരു ഡയറക്ടറിന് മികപ്പെரிய അംബിഷൻ. സത്യം പറഞ്ഞ ഈ ഹാപ്പി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ പാട്ടെഴുത്തുകാരനാകുന്ന സിനിമ ഇതാണ്. ആദ്യമായിട്ട് എഴുതുന്ന. അപ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനെ കാതർക്കട ഒരു ഫോൺ കോൾ വരികയും ഞാൻ അങ്ങനെ ആദ്യത്തെ ഒരു പാട്ട് എഴുതാനായിട്ട് എന്നെ വിളിച്ചതാണ്. ഹാപ്പി, അടിപൊളി ലുക്കായാൽ ഹാപ്പി എന്നുള്ളതിന്റെ ഫസ്റ്റ് ഒരു സോങ് ഉണ്ട്. ప్రభాస్ ఎல்லாம் చాలా హ్యాపీగా ఉంది. அதிர்ஷ்டம், லக் சொல்றதுக்கு ரொம்ப சந்தோஷமாவும் பெருமையாவும் இருக்கு. ഇതില് ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു ജിസ്റ്റോ. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ മറന്നുപോയി. കാരണം അല്ലു അർജുന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു വന്നാൽ അദ്ദേഹത്തെ കണ്ടിട്ട്? ഇപ്പൊ എല്ലാവർക്കും അറിയാം, ജിസ്മോൻ മറ്റേ ഏതൊരു സീരിയലിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ യാർച്ചികമായിട്ട് ആ സീരിയൽ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ സീരിയലിൻ്റെ ശബ്ദം കേട്ടു, കുഴപ്പമില്ല. എനിക്കൊന്ന് മണികണ്ഠനോ അങ്ങനെ ആരൊക്കെ വോയിസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. വിളിച്ച് വരാൻ പറഞ്ഞു. വന്നു. ജിസ്മോൻ ടെസ്റ്റ് ചെയ്തു, നന്നായിട്ട് അയാൾ പെർഫോം ചെയ്തു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അല്ലു അർജുൻ്റെ ആ ആര്യ സിനിമയ്ക്ക് ആ ക്യാരക്ടറിന് ജീവൻ വന്നത് ജിസ്മോൻ വന്നതിന് ശേഷമാണ്. ചെമ്പനീർ പൂവേ നീ അന്നേതോ ഒരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞ് കൺമുന്നിൽ മിഴിച്ചിമ്മി. അല്ലു അർജുൻ എന്ന നടനെ അറിയാത്ത മലയാളികളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു കാലത്ത് അല്ലു അർജുനെ അറിയാതിരുന്നൊരു കാലത്ത് അല്ലു അർജുനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് സിനിമകളുണ്ട്. അതിലൊരു സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തണം, ഹാപ്പി ബി ഹാപ്പി. അതിന്റെ അണിയറ പ്രവർത്തകരാണ് നമ്മളുള്ളത്. സ്വാഗതം. അതിൽ തന്നെ ഖാദർ ഹസൻ, പേര് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ? അല്ലു അർജുനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആളാണ്, ഡയറക്ടറാണ്. ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ്. ഹാപ്പി വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കുന്നതിന്റെ കാരണം എന്താണ്? വേറെയും സിനിമകളുണ്ട്. എന്തുകൊണ്ടാണ് സാർ ഹാപ്പി എന്ന് പറഞ്ഞ സിനിമ തന്നെ വീണ്ടും എത്തിക്കുന്നത്? ഹാപ്പി ഒരു വർഷത്തിന് മുന്നെയാണ് ഞാൻ ഹാപ്പിയെ പറ്റി ചിന്തിച്ചത്. യാദർച്ഛികമായിട്ട് ഞാൻ ഇൻസ്റ്റ കാണുമ്പോൾ കുറച്ച് കുട്ടികൾ, കോളേജ് കുട്ടികൾ അവരുടെ ക്ലാസ് റൂമിലോ മറ്റേതെങ്കിലും ഒരു സ്പെഷ്യൽ ഷോ ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്തിട്ട് അവരത് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു അവരുടെ ആ ഹാപ്പി മൂഡ്സ് അത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ വരിക. കേരളത്തിലെ കുട്ടികൾ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല, ഞാൻ പല കോളേജുകളുടെ ഫെസ്റ്റിവലില് യുവാക്കളും യുവതികൾ കോളേജുകളിലെ സെലിബ്രേറ്റ് ഏതാ ദിവസം എന്നറിയില്ല, ലാസ്റ്റ് ഡേ ഓർ സംതിങ് ലൈക്ക്. അപ്പൊ അതുപോലെയുള്ള ദിവസം അവരെത്രയ്ക്ക് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാൻ. അന്ന് മുതൽ എനിക്ക് എന്നവനെ നമുക്ക് ഹാപ്പി റിലീസ് ചെയ്തുകൂടെ. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ്, ഈ ലാസ്റ്റ് ജനുവരിയിലാണ്. അപ്പോഴാണ് നമുക്ക് ജൂൺ 8 അല്ലു അർജുൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ അന്നത്തെ സമയത്ത് എല്ലാ പ്ലാനിങ്ങും കൊണ്ട് എത്തിച്ചിട്ട് നമുക്ക് പറ്റിപ്പോയത് എന്നാന്ന് വെച്ചിരുന്നാൽ വാഴ എന്നുള്ള സിനിമ നന്നായിട്ട് പോവുകയും അതിൻ്റെ ഒരു ഇത് വരികയും ചെയ്തപ്പോഴാണ് ഞങ്ങളത് പിന്മാറിയത്. അത് ട്രെൻഡ് ഒരു ഘടകം. രണ്ടാമതൊരു ഘടകം എന്നാന്ന് വെച്ചിരുന്നാൽ തിയേറ്റർ അവൈലബിലിറ്റി ഇല്ലാതായി. അപ്പോൾ അതിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ അവകാശം കാണിച്ചുകൊണ്ട് അടുത്ത ഡേറ്റിലേക്ക് പോയത്. അപ്പോൾ അടുത്ത മാസം വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ അടുത്ത ഏറ്റവും ബെസ്റ്റ് ഡേറ്റ് ഏതെന്ന് നോക്കി തന്നു. അതാണ് ജൂൺ 12. ആ ഡേറ്റ് ഓപ്പോസിഷൻ കുറവാണ്, പ്ലസ്
മറ്റുള്ള അനുകൂലമായ സാഹചര്യങ്ങളും കൂടെ ഇട്ട് അങ്ങനെയാണ് തീരുമാനിച്ചത്. 2006 ശരി റിലീസ് ആവുന്നത്. ഇവിടെ റിലീസ് ആയത് 2007 ഓൾമോസ്റ്റ് 19 ഇയേഴ്സ്. ആഫ്റ്റർ 19 ഇയേഴ്സ് ഇറ്റ്സ് ഗോയിങ് ടു റിലീസ് ഇൻ കേരള. സോ എങ്ങനെയാണ് മെമ്മറീസ്? എങ്ങനെയാണ് അന്നത്തെ ഒരു மெமரி? அது சடனா என்னோட அக்கௌண்ட்ல ஒரு 10 crores ஆடானா எனக்கு எவ்வளவு சந்தோஷமா அவ்வளவு சந்தோஷம். ஏன்னா நான் வந்துட்டு ஒரு ஒரு ஃபிலிம் ஒரு லாங்குவேஜ்ல பண்றோம், ஹிட் ஆகுது ஒரு பெரிய கிஃப்ட். ரீ ரிலீஸ்ல வந்து ஹிட் ஆகுது ஒரு ஒரு ஹிட். பட் டார்லிங் வந்து மறுபடியும் ரீ ரிலீஸ் பண்ணி 12 crores கலெக்ட் பண்ணுச்சு. ஹாப்பி ஹிட். இது மலையாளத்துல ரீ ரிலீஸ்ங்கிறது வந்து அது வந்து ஒரு மலையாளத்துல ஃபிலிம் தேடிக்கிறது ஒரு டேரக்டருக்கு மிகப்பெரிய விஷயம். அது ரீரிலீஸ்ல கிட்டுங்கிறது வந்து அது சொல்ல முடியாத விவரிக்க முடியாத ஒரு சந்தோஷம். அவ்வளவு ஒரு பரவசம். അന്ന് 2006 ഇത് ഫസ്റ്റ് റിലീസ് ആണ്. ഒരു 1.5 വർഷം കഴിഞ്ഞാണ് ഇവിടെ റിലീസ് ആവുന്നത്. ഒരു വർഷം. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ആര്യ ഇറക്കി, രണ്ട് ഇതിന്റെ IT ട്രാക്ക്, മ്യൂസിക്കിന്റെ ട്രാക്കുകൾ ഏറ്റവും വലിയ പ്രശ്നം സിനിമ ഇറങ്ങുന്നതിലല്ല, അതിൻ്റെ ട്രാക്കൊന്നും ആരുടെ കയ്യിലും വെക്കാറില്ല. അന്നൊന്നും ഈ IT അടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാക്ക് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അന്നത്തെ അവസ്ഥയിൽ ഒരു FX ട്രാക്ക് സെപ്പറേറ്റ് ഒരിടത്ത് സ്ഥലത്തായിരിക്കും, ഇതിൻ്റെ RR ട്രാക്ക് ഒരു സ്ഥലത്തായിരിക്കും. RR തന്നെ ഒരു 10-40 CD അല്ലെങ്കിൽ 10-50 CDക്കകത്തൊരു ബോക്സിനകത്തായിരിക്കും. അതിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് പറഞ്ഞാൽ വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇതാണ്, ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മറ്റേതെങ്കിലും ഒരു ഘടകം, ഒരു പോർഷൻ, അതും റീൽ ബേസ് ആയിരിക്കും. റീൽ ബേസ് വരുമ്പോൾ മറ്റൊരു റീലിൽ വരുന്നത് വേറൊരു ഇതായിരിക്കും. അപ്പം ഇതിനെല്ലാം കേന്ദ്രീകരിച്ച് എടുക്കാനാണ് പാട്. ഇപ്പം ഇതിൻ്റെ ഹിന്ദി വേർഷന് എൻ്റെ അടുത്ത് ട്രാക്ക് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അതിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചിരുന്നാൽ അന്ന് തന്നെ അവരുടെ കയ്യിലില്ല. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് തേടിപ്പിടിച്ചെടുത്ത് ഇതിൻ്റെ ട്രാക്കുകൾ കോർഡിനേറ്റ് ചെയ്തതിലാണ് എനിക്ക് സമയം പോയത്. അപ്പോഴേക്കും എന്താ സംഭവിച്ചു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് റിലീസ് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയ ഒരു സാഹചര്യം ഉടലെടുപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ മെയിൻ പ്രോബ്ലം അന്ന് ഈ സിനിമ ഉണ്ടാവും, നെഗറ്റീവ് പ്രോപ്പർ സ്ഥലത്ത് നെഗറ്റീവ് ഉണ്ട്, സൗണ്ട് നെഗറ്റീവ് ഉണ്ട്. സിങ്ക് ചെയ്തെടുത്ത് സൗണ്ട് ട്രാക്ക് എടുത്ത് എഡിറ്റ് ചെയ്തെടുക്കാം, പക്ഷേ ബേസിക് ഡബ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ സിനിമകളും ഇപ്പോഴും അങ്ങനെയല്ല, ഒരൊറ്റ സ്ഥലത്താണ് ട്രാക്ക് ചെയ്യുന്ന. IT എന്ന് പറയുന്ന ഫോർമാറ്റ് വന്നു തുടങ്ങി. അതിനുശേഷമാണ് 2015 ശേഷം 12 ശേഷം ഒക്കെയാണ് IT വന്നു തുടങ്ങിയത്. IT മുന്നേ എളുപ്പമായി. ഒരു മൈനസ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉടലെടുത്തു. പണ്ട് അങ്ങനെയല്ല, ഓരോന്നും ഓരോ ട്രാക്കിലാക്കി ആ CD-യിലാക്കിയിട്ട് ആ CD ഒരു ബോക്സ് അല്ലെങ്കിൽ CD-യുടെ ഈ ഇതിലായിട്ടിട്ട് ഓരോന്നുമായിട്ട് സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഈ ഓരോന്നിനെയും ചേർത്തെടുത്ത് അതിന് റണ്ണിങ് അന്ന് യഥാർത്ഥം പറഞ്ഞാൽ അന്നൊക്കെ 2003 ഈ കാലഘട്ടത്തിലൊക്കെ CD-ക്ക് മുന്നേ ഇതായിരുന്നു MIT ആയിരുന്നു. MIT എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രാക്ക് ഒരെണ്ണം ഉണ്ടാവത്തുള്ളൂ. അതിനെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്ത് എടുക്കുക. உங்களுக்கு தெரியுமில்ல சார், അത് മാതിരി അതെല്ലാം ഭയങ്കര വലിയ ജോലിയാണ്. അപ്പോൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് ഒരു സിനിമ. അന്നത്തെ സിനിമ എന്ന് പറയുന്നത്, പണ്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മൈനസ് ട്രാക്ക് അല്ല, നെഗറ്റീവ് ട്രാക്കിൽ ചെയ്യുന്ന പോലെ അല്ല. അത് വലിയൊരു കടമ്പയാണ്. അതാണ് ഇന്ന് ടെക്നിക്കലി വളരെ എളുപ്പമാണ്. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചിരുന്നാൽ ഇന്നുള്ള സിനിമ എന്ന് പറയുന്നത് വിഷ്വൽ ഇമ്പാക്റ്റിൽ വന്നുകൊണ്ട് ഇന്ന് വേറൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലെ പാട്ടുകളൊക്കെ ഒരു സാധാരണ ഒരു പാട്ട് എഴുതുന്ന പോലെയല്ല, ഡബിങ് പാട്ടുകൾ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡബിൾ പണിയാണ്. തീർച്ചയായും ഹാപ്പിക്ക് ഇന്നും ഹാപ്പി എന്ന് പറഞ്ഞ സോങ്ങിന് നെഗറ്റീവ് അതൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ഇന്ന് നോക്കുമ്പോ ആ ഒരു കാലഘട്ടം പാട്ടുകളിലൂടെയാണ് ഈ സിനിമയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ സത്യം പറഞ്ഞ ഈ ഹാപ്പി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ പാട്ടെഴുത്തുകാരനാകുന്ന സിനിമ. ഇതാ ഹാപ്പി ആദ്യമായിട്ട് എഴുതുന്ന. അപ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനെ കാതർക്കട ഒരു ഫോൺ കോൾ വരികയും ഞാൻ അങ്ങനെ ആദ്യത്തെ ഒരു പാട്ട് എഴുതാനായിട്ട് എന്നെ വിളിച്ചതാണ്. ഹാപ്പി, അടിപൊളി ലുക്കായാൽ ഹാപ്പി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഒരു സോങ് ഉണ്ട്, ഇൻട്രോ സോങ്.
അത് എഴുതാനായിട്ട് എന്നെ വിളിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് സിനിമയ്ക്ക് പാട്ട് എഴുതി ഇല്ല എൻ്റെ ഫസ്റ്റ് മൂവി ചെയ്ത്. അപ്പോൾ ആ പാട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ വരികൾ ഇഷ്ടപ്പെട്ടതോടുകൂടി അടുത്ത ഒരു 3 പാട്ടും കൂടെ ബാക്കി എഴുതിയ. എങ്ങനെയായിരുന്നു ഈ പ്രോസസ്സ്? ഞാൻ തീർച്ചയായിട്ടും ഇതിനകത്തൊരു വെല്ലുവിളി എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ ഒരു ട്യൂൺ മാത്രമല്ല. സാധാരണ മലയാളം പടത്തിലാണെങ്കിൽ ഇപ്പോൾ ട്യൂൺ അനുസരിച്ച് എഴുതിയാൽ മതി. ഇത് ട്യൂണ് എന്നോടൊപ്പം തന്നെ എൻ്റെ ലിപ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ചുണ്ടിൻ്റെ അനക്കം, അതനുസരിച്ചുള്ള വാക്കുകൾ കണ്ടെത്തി. പക്ഷേ ഈ ആശയം ചോരാതിരിക്കണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾക്കാൻ നേരത്ത് ഒരു മലയാളം പാട്ട് കേൾക്കുന്ന അതേ ഒരു ഫീൽ ഉണ്ടാകണം. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിജീവിച്ചാണ് ഈ പാട്ട് എഴുതിയത്, ഹാപ്പിയിലെ പാട്ടുകൾ. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഇതൊരു വർക്ക്ഷോപ്പ് പോലെ ആയിരുന്നു ഈ ഹാപ്പിയിലെ പാട്ട് എഴുത്ത്. പിന്നെ പെട്ടി വരെ ഇപ്പൊ എഴുതി. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മൾ ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്ത് ആദ്യം വളരെ സൂക്ഷിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കും. പിന്നെ അത് നമ്മളൊരു എന്താ പറയുന്നത് വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയുമ്പോൾ ഓടിക്കും എന്ന് പറയുന്ന പോലെ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അങ്ങനെയാണ്. ഒരു പാട്ടെഴുത്തിന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പം അത് ഇത് കുറച്ചുകൂടെ ഈസിയായി. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള സംഭവം അതിൻ്റെ ബാക്കി നമ്മൾ നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ മലയാളി ഓഡിയൻസിന് കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുമ്പോഴാണ് ഒരു മൊഴിമാറ്റ ഗാനം കൂടുതൽ മനോഹരമാകുന്നത്. അങ്ങനെ എഴുതാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഈ മൊഴിമാറ്റം എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. പ്രയോഗം തന്നെ തെറ്റാണ്. ഇപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതല്ല, വളരെ ഇൻവോൾവ് ആയിട്ട് ട്രാൻസ്ലേഷൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ഒരു പാട്ട് എഴുതുമ്പോൾ ഒരു വരി ഇപ്പം 4 വരിയാണ് എഴുതുന്നതെങ്കിൽ 4 വരിക്കൊരു പ്രാധാന്യം ഉണ്ടാവുന്ന തരത്തിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അങ്ങനെ പിന്നെ ഉറപ്പായിട്ടുണ്ടാവും. കാരണം ഒരു സിനിമയിലെ ഒരു പാട്ട്, മലയാള സിനിമയിലെ പാട്ട് ചിലപ്പോൾ മാച്ച് ചെയ്തെടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് ഓൾറെഡി കണ്ടന്റ് ഷൂട്ട് ചെയ്ത ലിപ്പായ പല കണ്ടന്റിനെയും അതിന് മാച്ചാവുന്ന തരത്തിലേക്ക് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് എഫിഷ്യൻസി. ഞാനിപ്പോ ഇതിന്റെ അർത്ഥം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് ആ അർത്ഥം എടുത്തല്ല ഞാൻ മിക്കവാറും ആൾമോസ്റ്റ് അർത്ഥങ്ങൾ സെയിം തന്നെ വരണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. ചില വാക്കുകളിൽ ചില പാട്ടിൽ വരും, പാട്ട് വരും, ഒന്നേ പറ്റുള്ളൂ. പക്ഷെ അല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെതായ ഒരു അത് ജന്മസിദ്ധമായ ചില കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വാക്കുകളുടെ ആ വ്യാപ്തിയിലൊക്കെ നന്നായിട്ട് പ്രകടമാക്കും. എല്ലാവരുടെയും തുറക്കാലത്ത് ഇനീഷ്യൽ സ്റ്റേജസ് പവൻ കല്യാൺ, ഇവരുടെയൊക്കെ ഇനീഷ്യൽ സ്റ്റേജസ്. സോ അതിനുവേണ്ടി പവൻ എല്ലാവരും വലിയ സൂപ്പർ സ്റ്റാർസ് ആയി. സോ ജേണി അല്ലു അർജുൻ ആക്ച്വലി ഈസ് നാഷണൽ അവാർഡ് വിന്നർ. പവൻ കല്യാൺ ప్రభాస్ చాలా హ్యాపీగా ఉంది. அதிர்ஷ்டம், லக் சொல்றதுக்கு ரொம்ப சந்தோஷமாவும் பெருமையாவும் இருக்கு. But after Happy, I think you will do a movie with Allu Arjun. పవన్ కళ్యాణ్ 2 మూవీ, ప్రభాస్ కూడా ఒక మూవీ, దెన్ రామ్ അത് അവസാനം എങ്ങനെ ശരിക്ക് ഈ അല്ലു അർജുൻ എന്ന് പറഞ്ഞ നാടനെ അന്ന് കണ്ടെത്തി? ആദ്യം അവിടെ ഇറങ്ങി വേറെ ഒരു സിനിമ ഇറങ്ങിയ ശേഷമാണ് എനിക്കിപ്പോഴും 2006 അല്ലല്ല ആര്യ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇവിടെ 2006 നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ 2-3 സ്ക്രീനിൽ മാത്രമാണ്. അങ്ങനൊന്നുമില്ല. അത് ആര്യ ഇറങ്ങുമ്പോ ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം അടുത്ത ഷോയും കാണാൻ കയറുകയായിരുന്നു. ആര്യ സിനിമ 2003 അവിടെ ഹൈദരാബാദിൽ സിനിമ കണ്ട് ഇറങ്ങി, പക്ഷേ മാറ്റിന് കണ്ടിറങ്ങിയിട്ട് വീണ്ടും അടുത്ത ഷോയും കണ്ടിറങ്ങി 2 പ്രാവശ്യം ഞാൻ ആര്യ കണ്ടു. കണ്ടതിന് ശേഷമാണ് തീരുമാനമെടുക്കുന്നത് ഈ സിനിമ ചെയ്യാമെന്ന്. സ്വാഭാവികമായിട്ട് ആര്യ എന്ന ചിത്രം അല്ലു അർജുനിലുണ്ടാക്കിയ അല്ലു അർജുൻ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ഇമ്പാക്റ്റിനേക്കാൾ അവിടെ അന്ന് ഈ ന്യൂജൻ പയ്യന്മാർ 5-6 പേരുണ്ടായിരുന്നു. രാംചരൺ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. ബാക്കിയുള്ള ഒരു NTR, ഒരു പ്രഭാസ് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും. ഇവരെല്ലാം ഒരേ സമയത്ത് രൂപം കൊണ്ടവരാണ്. അതിൽ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ആയത് കേരളത്തിൽ അന്ന് ഒരു രാജു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൃഥ്വിരാജ്. പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ പടം
എൻ്റെ പടമാണ് നക്ഷത്ര കണ്ണുരാജകുമാരൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഹീറോയിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ പയ്യനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് ഹോപ്പ്ഫുൾ, ചാൻസ് ഉണ്ട്, നമുക്കൊരു മലയാള പടം പോലെ കൊണ്ടുവരാം. ഡാൻസ് മാത്രമല്ല, ഫൈറ്റ് ചെയ്യുന്ന എല്ലാം കൂടി ചേരുന്ന നല്ല സബ്ജക്റ്റ്, പുതുമയുള്ള സബ്ജക്റ്റ്, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പടമാണ് ആര്യ. അപ്പോൾ അത് ഒരു ആൻറ്റി ഹീറോ ആണ് മെയിൻ അതിൽ, ബട്ട് ഡയറക്റ്റഡ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു ആൻറ്റി ഹീറോ ക്യാരക്ടറാണ്. അതൊരു കുസൃതിയായിട്ട് ഫീലാക്കി കൊണ്ടുവന്നു ആ സിനിമ. ഞാനെന്നല്ല, ആര് കണ്ടാലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. ഞാനൊരു പബ്ലിസിറ്റി ചെയ്തു, വൈഡ് പബ്ലിസിറ്റി ചെയ്തു, അതിനൊരു ബൂസ്റ്റ് ചെയ്തു. പ്രിയദർശൻ ചേട്ടനെ കൊണ്ട് ഒരു പടത്തിനെ പറ്റി കമൻസ് എടുപ്പിച്ചു, മറ്റു പല ടെക്നീഷ്യന്മാരെ കൊണ്ടും പറയിപ്പിച്ചു. അതൊക്കെ ചെയ്തിട്ടാണ് അന്നത്തെ സമയത്തുള്ള ലിമിറ്റഡ് TV പബ്ലിസിറ്റിയിലൂടെ, ഇവൻതോ അന്ന് എനിക്ക് തോന്നുന്നു സൂര്യ TV ആണെന്ന് തോന്നുന്നു, ഞാൻ അന്നൊക്കെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള സൂര്യ TVക്ക് കാശ് കൊടുത്തു. പിന്നെ പല രീതിയിൽ ഇപ്പോൾ പറയാൻ പറ്റാത്ത തരത്തിലുള്ള മറ്റു പത്രങ്ങൾക്ക് പൈസ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്ത് PR വർക്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരുന്നു PRO ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടാണ് അല്ലു അർജുനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അതിനു മുമ്പും നമുക്ക് ചിരഞ്ജീവിയുടെ സിനിമകളൊക്കെ ഇവിടെ ഹിറ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിലും അല്ലു അർജുൻ എന്ന് പറയുന്നത് അല്ലല്ല ഒരു ട്രെൻഡ്. പക്ഷെ ചിരഞ്ജീവി സാറിന്റെ പടം എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയിലുള്ള സിനിമയാണ്. അത് വന്നിട്ട് ആ സിനിമകൾ എന്ന് പറയുന്ന കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള ഫൈറ്റ്, അങ്ങനെയുള്ള വേറൊരു തരത്തിലുള്ള കൊമേഴ്സ്യൽ ഇമ്പാക്റ്റുകൾ കൂടിയ ഒരു സിനിമകളാണ്. ഇങ്ങനെ ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഓറിയൻറ്റഡ് മലയാള കൾച്ചറിന് മാച്ചാവുന്ന ഒരു സിനിമ, ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മേ ബി ഇതോ അല്ലെങ്കിൽ പ്രണയമായോ ആയിരിക്കും. നിങ്ങൾ പ്രണയമായി കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഐ ആം വെരി സോറി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയോ അല്ലെങ്കിൽ ആര്യയോ ആയിരിക്കും. ബേസ്ഡ് സ്റ്റോറി. ഇപ്പോൾ എൻ്റെ സിനിമകൾ എടുത്താൽ ഫുൾ ആക്ഷൻ, അല്ലു അർജുൻ്റെ പടം അല്ലാതെ ഒരു സിനിമയും ആക്ഷൻ പടങ്ങളല്ല. മലയാള കൾച്ചറിന് മാച്ചാവുന്ന തരത്തിലുള്ള കുസൃതിയുള്ള സിനിമകളായിരിക്കും. ആര്യ എടുത്താൽ നിങ്ങൾ ഹാപ്പി എടുത്തോളൂ, അല്ലെങ്കിൽ പ്രണയമായി എടുത്തോളൂ, അതല്ലെങ്കിൽ സാറിൻ്റെ തന്നെ പടം അയ്യോ പാവം, അതും ഒരു കുസൃതിയാണ്. 100% ലവ് എടുത്തോളൂ. ഇതൊന്നും ഒരു കൊമേഴ്സ്യൽ ഗ്ലാമറസ് ഫൈറ്റോ ഗ്ലാമറസ് സീനുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമയല്ല. റൊമാൻസും ഫാമിലിയും അങ്ങനെയൊക്കെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ചിത്രത്തിലെ ഡബ്ബിങ് പടങ്ങളാണ്. അപ്പം അതിനൊരു പ്രേക്ഷകരുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ വിലയിരുത്തിയിട്ടില്ല. എനിക്കിഷ്ടപ്പെടുന്നു, അത് പബ്ലിസിറ്റി ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നു, അതിനെ എടുക്കുന്ന എഫേർട്സ്, അതിലെ പാട്ടുകൾ നല്ലതായിരിക്കും, വിജയിക്കുകയും ചെയ്തു. ഹാപ്പി ഡേയ്സ് എടുത്തോളൂ. അതിനു മുമ്പ് വേറൊരു സിനിമ ഉണ്ടല്ലോ, കൃഷ്ണ ഉണ്ട്, ഞങ്ങളുടെ ലോകം, അതൊക്കെ ആർട്ടിസ്റ്റുണ്ട്, ഇത് ഞങ്ങളുടെ ലോകം. ഇതൊന്നും ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ ചിന്തിക്കാൻ പറ്റുന്ന പടങ്ങളെ അല്ല. ഹാപ്പി ഡേയ്സ് ഒക്കെ ഇവിടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു പല കോളേജുകളിലൊക്കെ ആ സമയത്ത് ഹാപ്പി ഡേയ്സിന്റെ ഒരു പോസ്റ്റേഴ്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഇത് ഞങ്ങളുടെ ലോകം, അത് നല്ല വൺ ഓഫ് ദ ബെസ്റ്റ്. നല്ലൊരു പാട്ടുണ്ട്, നല്ല പാട്ടുണ്ട്. ഷിജു തുറവൂർ എഴുതി വിനീത് പാടിയത് നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറക്കാം. എന്ത് മനോഹരമായ. അപ്പൊ ആ സിനിമകളൊന്നും മറ്റേ തെലുങ്ക് സിനിമകളുടെ രൂപത്തിലല്ല, അല്ലെങ്കിൽ മലയാളി കണ്ടിരുന്ന ചിരഞ്ജീവി സാറിന്റെയോ കൃഷ്ണ സാറിന്റെയോ പടങ്ങൾ പോലെ അല്ല. വേറിട്ട ശൈലിയിലാണ് സിനിമ ചെയ്യുന്നത്, എടുത്തതല്ല. അപ്പൊ എനിക്കിപ്പോ അവിടെ ഇതിനേക്കാൾ ഇറ്റടിച്ചു പോയ പല സിനിമകളും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല, എനിക്ക് തോന്നിയില്ല. അതാണ് ഈ ആര്യ കൊണ്ടുവന്ന ട്രെൻഡിന് ശേഷം കുറെ സിനിമകൾ ഇവിടെ പല ഹീറോസിന്റെ റിലീസ് ആയാലും ഇന്ന് ഓർക്കുമ്പോൾ കൂടുതൽ അല്ലു അർജുൻ മൂവീസ് ഒക്കെ തന്നെയാണ് പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. ആര്യ, ഹാപ്പി, ഇങ്ങനത്തെ സിനിമകളൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു വിഷൻ കറക്റ്റ് ആയിരുന്നു അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, ഇപ്പൊ ഏകദേശം എത്ര പാട്ടുകൾ ഇതുപോലെ അന്യഭാഷയിൽ എഴുതിയിട്ടുണ്ടാവും ലിസ്റ്റ് എടുത്തത്? അത് അങ്ങനെ ഒരു ലിസ്റ്റ് ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഏകദേശം ഒരു 100 സിനിമയ്ക്ക് അടുത്തായിട്ടുണ്ടാവും. 100 സിനിമകളോളം ഇങ്ങനെയുള്ള സിനിമകൾ മലയാള സിനിമകളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം അടുത്ത് ഏറ്റവും ഹിറ്റായ പാട്ട് അല്ലു അർജുൻ്റെ പുഷ്പ 2, അതൊക്കെ റീസെന്റ് ഹിറ്റുകൾ. അതിലിപ്പോ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി? അല്ല, അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ
ഫീലിംഗ് സോങ് ആണല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. ആ മല്ലികാവാണൻ്റെ അമ്പുകളോ എന്ന് പറയുന്ന വരികൾ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു തെലുങ്ക് സിനിമയിൽ മലയാളം വരികൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതെ, ഏതെങ്കിലും പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടാൻ പറ്റുമോ? അത് ഏതാ? പാടാം. ഇപ്പം കൃഷ്ണയുടെ ഞാനിപ്പോൾ പാടാത്തൊരു പാട്ട്, ഇപ്പോൾ അഫ്സൽ പാടിയൊരു പാട്ടുണ്ട്. ചെമ്പനീർ പൂവേ നീ അന്നേതോ ഒരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞ് കൺമുന്നിൽ മിഴി ചിമ്മി. അങ്ങനെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ട്. അത് നല്ലൊരു അഫ്സലല്ല, അത് വിധു പാടിയതാ. അല്ലല്ല, ചെമ്പനീർ പൂവ് വിധു ആണല്ലേ? വിധു പാടിയതാ. ആ പാട്ട് പാടുമ്പോൾ തന്നെ ഈ ലിറിക്സ് എന്നെ കൊണ്ട് കേൾപ്പിക്കുമ്പോൾ ഇതോട് നമുക്ക് തീർത്താം. പക്ഷേ ആ ലിറിക്സ് കേട്ടപ്പോൾ തന്നെ അത് ലിപ്പും കൂടി ഉള്ള ഒരു സോങ്ങാണ്. അതെ, നല്ല ലിപ്പ. ആ നല്ല പക്ക ലിപ്പ. അപ്പം അങ്ങനെയുള്ള ലിപ്പുള്ള ഈ പാട്ട് എൻ്റെ ഇരുന്ന് എഴുതുന്നത്. അപ്പം ഞാൻ കേട്ടപ്പോൾ തന്നെ ഇത് നല്ല സിങ്ക് ആവുന്നുണ്ട്. ലിറിക്സ് ചെമ്പന്, വാക്കുകൾക്ക് പുതുമയുണ്ട്. ഏത് പാട്ടാണെങ്കിലും ഫസ്റ്റ് ആദ്യത്തെ വരി കൊള്ളുന്നതായിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വലിയ കറക്ഷനൊന്നും ആ പാട്ടിൽ ഞാൻ പല്ലവിയിലൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ആ പാട്ട് അപ്പം അംഗീകരിച്ചു. അത് വളരെ ചുരുക്കമാണ്. ഞാൻ സിജുവായിട്ട് എപ്പോഴും അടികൂടുന്ന ആളാണ്. അപ്പോൾ ആ വരികൾ, ചില വാക്കുകൾ ചില പാട്ടുകളിൽ ചേരുമ്പടി പെട്ടെന്ന് അങ്ങ് ചേരും. അതാണ് പ്ലസ്. ഇതില് ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു ജിസ്റ്റോ. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ മറന്നുപോയി. കാരണം അല്ലു അർജുന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു വന്നാൽ അദ്ദേഹത്തെ കണ്ടിട്ട്? ഇപ്പം എല്ലാവർക്കും അറിയാം, ജിസ്മോൻ മറ്റേ ഏതൊരു സീരിയലിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഇതിന് മാച്ചാവുന്ന വോയിസ് അന്വേഷിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് കിട്ടിയില്ല. കുറേ പേര് നോക്കി ആ ഒരു ഉദ്ദേശിക്കുന്നത് ആളെ കിട്ടുന്നില്ല. അങ്ങനെ യാർച്ചികമായിട്ട് ആ സീരിയൽ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ സീരിയലിൻ്റെ ശബ്ദം കേട്ടു, കുഴപ്പമില്ല. എനിക്കൊന്ന് മണികണ്ഠനോ അങ്ങനെ ആരൊക്കെ വോയിസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. വിളിച്ച് വരാൻ പറഞ്ഞു. വന്നു. ജിസ്മോൻ ടെസ്റ്റ് ചെയ്തു, നന്നായിട്ട് അയാൾ പെർഫോം ചെയ്തു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അല്ലു അർജുൻ്റെ ആ ആര്യ സിനിമയ്ക്ക് ആ ക്യാരക്ടറിന് ജീവൻ വന്നത് ജിസ്മോൻ വന്നതിന് ശേഷമാണ്. 2 ദിവസം കൊണ്ടെങ്ങാനോ 3 ദിവസം കൊണ്ടെങ്ങാനോ ഡബ്ബിങ് തീർന്നു. പക്ഷെ അതിന് നല്ല എന്താ പറയുന്നത്, ഇമ്പാക്റ്റ് എന്നൊക്കെ പറയില്ലേ, രജിസ്റ്റേർഡ്. അതെനിക്ക് തോന്നുന്നു അല്ലു അർജുൻ എന്ന നടന് വേറെ ഇതുവരെ പുഷ്പ വരെ അദ്ദേഹം തന്നെയാണ് എനിക്ക് വേറെ ഒരു അന്യഭാഷ നടനാണ്. നടന്മാര് മാറി വന്നിട്ടുണ്ട്, മറ്റു ആർട്ടിസ്റ്റുകൾ മാറി ചെയ്തിട്ടുണ്ട്. ശരീരത്തിന് ഈ ഒരു അല്ല, അതിനുള്ള ഒരു 2 കാരണങ്ങളുണ്ട്. ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു വോയിസ് രജിസ്ട്രേഷൻ പ്രഭാസിനോ അല്ലെങ്കിൽ രാംചരനോ കിട്ടിയിട്ടില്ല. നമ്പർ 1, ഇവരെ ഐഡന്റിറ്റി ഉള്ള ഒരു രീതിയിൽ ലോഞ്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. രാജ്മൗലി സാറിൻ്റെ പടമായിട്ട് ബാഹുബലി വന്നിട്ടുള്ളൂ, പ്രഭാസിൻ്റെ പടമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺവേർഷൻ. ഇപ്പം അല്ലു അർജുൻ്റെ പടം ഡയറക്ടർ 2ാം സ്ഥാനത്തെ വരത്തുള്ളൂ. മേ ബി അത് സുമാർ സാറുണ്ട് എന്ന് പറയാം. പക്ഷെ അത് ഐഡൻറ്റിറ്റി ഉള്ള ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് അവർക്കാർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു രജിസ്ട്രേഷൻ. ഇപ്പം നമ്മളിപ്പം ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മിസ്റ്റർ സോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മിസ്റ്റർ സോ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയാൽ ആരുടെ പേരും തലയിൽ നിൽക്കത്തില്ല. ഞാൻ സാറിനെ പരിചയപ്പെടുത്തുകയാണ്, സാർ ഇന്ന ആളാണ്, സാർ ഇന്ന വ്യക്തിയാണ്, ഇന്ന സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇന്ന പടം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അറിയാതെ വന്ന് നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ തോന്നണമെങ്കിൽ ആ കൊടുക്കുന്ന പ്രാധാന്യം ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിലും ഒരു പേഴ്സൻ്റെ മറ്റു രൂപത്തിന് കൊടുക്കുകയാണെങ്കിലും ആ കൊടുക്കുന്ന ഇമ്പാക്റ്റാണ് നിങ്ങളറിയാതെ ഷേക്ക് ഹാൻഡ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും നമ്മുടെ ഉള്ളിലും കയറി തുഴച്ച് കയറുന്നത്. അതുപോലെ ഒരു രജിസ്ട്രേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. അല്ലു അർജുന അത് കിട്ടി. അതാണ് സത്യാവസ്ഥ. ജൂൺ 12 കേരളത്തിലെ നേരത്തെ പറഞ്ഞ കോളേജുകളിൽ ആ ഒരു റീല് കണ്ടു എന്ന് പറഞ്ഞു. അന്ന് ജനിക്കാത്തവരോ അല്ലെങ്കിൽ അന്ന് ചെറിയ കുട്ടികളായിരുന്നവരൊക്കെ ആയിരിക്കും ഇന്ന് ആഘോഷിക്കുന്നത്. അവർക്കൊക്കെ തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും. ആ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? എനിക്ക് ഇപ്പോൾ എക്സാമ്പിൾ കാലിക്കറ്റ് സൈഡിൽ നിന്ന് കുറച്ച് പെൺകുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വിളിച്ചിട്ട് പറയാം എന്നാ സാറേ റിലീസ്.
അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ കാണാൻ വേണ്ടി. കാലിക്കറ്റ് എവിടെയാണ് അത് കാണാൻ വേണ്ടി. അപ്പം ഈ സിനിമ തീർച്ചയായിട്ടും ഒരു വലിയൊരു ചേഞ്ച് വരുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം തന്നെ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കേരളത്തിലെ 100ഓളം തിയേറ്ററുകളിൽ ആദ്യത്തെ ഈ വരുന്ന 12th റിലീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൂടാൻ സാധ്യതയുണ്ട്. അത് രണ്ടാമത് തീരുമാനിക്കത്തുള്ളൂ. നാളെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര സ്റ്റേഷൻ എന്നുള്ളത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. So, what's your expectations, sir? ஹாப்பியாக வெயிட் பண்ணிட்டு இருக்கேன். சந்தோஷமா வெயிட் பண்ணியிருக்கேன். நல்லா இருக்கும், சூப்பராக இருக்கும்னு நினைக்கிறேன். ഇവിടെ ഉണ്ടാവും, കേരളത്തിലുണ്ടാവും. இஷ்டம் അല്ല നാളെ പേര് ഷൂട്ടിംഗ് പുതിയ പടത്തിന്റെ ഷൂട്ടിലാണ് സാറ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് വേണ്ടി ഒരു ദിവസം ഒഴിഞ്ഞു വെച്ച് വന്നിരിക്കുകയാണ്. ரொம்ப എൻജോയ് பண்ணி വന്നിരിക്കണം. താങ്ക് യു. എല്ലാവരും സിനിമ കാണണം, തിയേറ്ററിൽ ഇപ്പോൾ തന്നെ പോയി കാണണം. കാരണം നിങ്ങളാരും ഈ സിനിമ എനിക്ക് തോന്നുന്നില്ല വീഡിയോയിലും ചാനലിലും യൂട്യൂബിലും മറ്റുള്ള ഇതിലൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷേ തിയേറ്ററിലെ അനുഭവം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ഇല്ല. ഒരു മാറ്റം എന്ന് പറയുന്ന തിയേറ്ററിൽ 4K ഉണ്ട്, അറ്റ്മോസ് ഉണ്ട്, DTS:X ഉണ്ട്, പിന്നെ വേറൊരു ഫോർമാറ്റിലുള്ള സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ദൃശ്യ സൗണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതൊരു പൂർണ്ണതയുള്ള ഒരു ചിത്രമാണ്. അതൊരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 10-40 പേര് ഒന്നിച്ചൊരു കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നിച്ചു വന്നിരുന്ന് കാണുന്ന സിനിമയായിരിക്കും ഹാപ്പി. എനിക്ക് വന്ന അനുഭവം അങ്ങനെയാണ്. ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവം പിന്നെയും വരാനുള്ള ഒരു സാഹചര്യം ജൂൺ 12 മുതൽ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നാഞ്ഞത്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.